Okay, so finally Redmi Note 11 series is here. ഇന്നായിരുന്നു ലോഞ്ച്. ഈ Redmi Note 11 സീരീസിനെ കുറിച്ചുള്ള ഒരു പ്രഡിക്ഷൻ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, പ്രഡിക്ഷൻ എക്സ്പെക്ടേഷൻ വീഡിയോ. അതിൽ കുറേ പ്രഡിക്ഷൻസ് ഫലിച്ചിട്ടുണ്ട്, പിന്നെ കുറേ പ്രഡിക്ഷൻസ് തെറ്റാണ്. സോ അതെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നുണ്ട്. ഒരുപാട് എക്സൈറ്റിംഗ് പുതിയ ഫീച്ചേഴ്സുമായിട്ടൊക്കെയാണ് അല്ലെങ്കിൽ പുതിയ സ്പെസിഫിക്കേഷനുമായിട്ടാണ് Redmi Note 11 സീരീസ് വന്നിരിക്കുന്നത്. എല്ലാം നമ്മൾ ഈ വീഡിയോയുടെ ഡീറ്റെയിൽ കാണുന്നുണ്ട്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് ഇത്തിന് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. Redmi Note 10 സീരീസിൽ വന്നതുപോലെ ഇത്തവണയും 3 ഫോൺസ് വന്നിട്ടുണ്ട്. Redmi Note 11, 11 Pro and 11 Pro Plus. സോ ചൈനയിൽ Pro Plus ആണ്, മിക്കവാറും ഇങ്ങോട്ട് വരുമ്പോൾ Pro Max ആവും, ദാറ്റ്സ് ഫോർ ഷ്യൂർ. എനിവേ സോ നമുക്ക് ഒന്നൊന്നായിട്ട് എല്ലാ ഫോൺസിൻ്റെയും സ്പെസിഫിക്കേഷൻസ് നോക്കാം. ഓക്കെ, നമുക്ക് ബേസിൽ നിന്ന് തുടങ്ങാം. അതായത് Redmi Note 11, then 11 Pro and 11 Pro Max അല്ലെങ്കിൽ പ്ലസ്. ഓബ്വിയസ്ലി Redmi Note 11 ആണ് വെനീല വേരിയൻറ്റ് അല്ലെങ്കിൽ ബേസ് വേരിയൻറ്റ്. ചെറിയൊരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. കാരണം Redmi Note 10 സീരീസിൻ്റെ Redmi 10ൽ AMOLED ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. 60 Hz ആണെങ്കിലും AMOLED ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. ഇത്തവണ IPS LCD ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്, അതും വിത്ത് 90 Hz. 120 Hz പോലും വരുന്നില്ല, 90 Hz ആണ് വരുന്നത്. എനിവേ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് റെസൊല്യൂഷനുള്ള 90 Hzൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന IPS LCD പാനലാണ് Redmi Note 11ൽ വന്നിരിക്കുന്നത്. ഓക്കെ, എനിവേ ചിപ്സെറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്തായാലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇവിടെ Dimensity 810 വന്നിട്ടുണ്ട്. കുറച്ചും കൂടി അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടി പവർഫുൾ ഒരു ചിപ്സെറ്റാണ് തീർച്ചയായിട്ടും. ഗെയിമിങ്ങിനൊക്കെ കുറച്ചുകൂടി ഒരു ബെറ്റർ പെർഫോമൻസ് തരുന്ന ഒരു ചിപ്സെറ്റ് ആയിരിക്കും MediaTek Dimensity 810 പ്ലസ്. അതിൻ്റെ വലിയൊരു പോയിന്റ് ആണ് 5G ചിപ്സെറ്റാണ്. Redmi Note 11 മാത്രമല്ല, 11 Pro, 11 Pro Plus ഈ 3 ഫോൺസും 5G ഫോൺസാണ്. Note 11ൻ്റെ റാം സ്റ്റോറേജ് വേരിയൻസ് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട്. 464 അല്ല, ഇത്തവണ 4128 ആണ് സ്റ്റാർട്ട് ആവുന്നത്. ഇനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ 464 ആയിരിക്കുമോ എനിക്കറിയില്ല, പക്ഷേ എന്തായാലും ചൈനയിൽ വന്നിട്ടുണ്ട് 4128 ആണ്. ഈ ഫോണിൻ്റെ ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ 50 മെഗാ പിക്സലിൻ്റെ സെറ്റപ്പ് ആണ് വരുന്നത്. സോ 8ൻ്റെ അൾട്രാവൈഡും വരുന്നുണ്ട്. സെൽഫി ക്യാമറ 16 മെഗാ പിക്സലിൻ്റെ ആണ്. ബാറ്ററി ആൻഡ് ചാർജിങ്ങിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററി വരുന്നുണ്ട് വിത്ത് 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ്. സോ അതിൽ മാറ്റമൊന്നുമില്ല, എക്സാക്ട്ലി ഓൾമോസ്റ്റ് സെയിം ഒരു സ്പെസിഫിക്കേഷനാണ് ഇത്തവണ വന്നിരിക്കുന്നത്. സോ Redmi Note 11 ഓവറോൾ നോക്കുകയാണെങ്കിൽ ഓക്കെ എന്ന് പറയാൻ പറ്റും. ആ ഒരു AMOLED എടുത്ത് മാറ്റിയിട്ട് LCD ആക്കിയിട്ടുണ്ടല്ലോ, അത് ചെറിയൊരു നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ തീർച്ചയായിട്ടും അതെന്തുകൊണ്ടാണ് എനിക്കറിയില്ല അങ്ങനെ ആ ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്നത്. സ്റ്റിൽ അതാണ് സോ സംഭവം. പക്ഷേ എന്തായാലും പ്രോസസ്സിംഗ് പവർ, അതായത് പ്രൊസസ്സറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ക്യാമറ 50 മെഗാ പിക്സൽ വന്നിട്ടുണ്ട്. ക്യാമറ പെർഫോമൻസ് ഒക്കെ ഫോൺ കിട്ടിയാലേ മനസ്സിലാവുള്ളൂ. ഇനി ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഈ ഫോണിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 14,000 റുപ്പീസ്, അതായത് ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 14,000 രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. ഓക്കെ എന്ന് പറയാൻ പറ്റും. 90 Hz IPS LCD ഡിസ്പ്ലേ 14,000 റെഡ്മിയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ അത്രയും വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നുന്നില്ല. ഇനി ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. Redmi Note 10 സീരീസിൽ വന്ന Redmi Note 10 Pro and Pro Max ഈ രണ്ട് ഫോൺസും തമ്മിൽ അങ്ങനെ ഭയങ്കരമായ വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. ആകെ ഉള്ളൊരു വ്യത്യാസമായിരുന്നു 108 മെഗാ പിക്സലിൻ്റെ ക്യാമറ. അത് മാത്രമായിരുന്നു ഒരു വ്യത്യാസം. അതുകൊണ്ട് തന്നെ എല്ലാവരും Redmi Note 10 Pro ആയിരുന്നു പ്രിഫർ ചെയ്തത്, കാരണം അത് കുറച്ചും കൂടി വാല്യൂ ഫോർ മണി ഫോണായിരുന്നു. ഇത്തവണ ആ ഒരു ഡിഫറൻസ് പോലും ഇല്ല. അതുകൊണ്ട് ഞാൻ Redmi Note 11 Pro ഫസ്റ്റ് പറഞ്ഞുതരാം, പിന്നെ Pro Plusലുള്ള എക്സ്ട്രാ ഫീച്ചർ എന്താണ് അത് ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് സീ Redmi Note 11 Pro. ഇവിടെ കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. ഡിസ്പ്ലേൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് എക്സാക്ട്ലി സെയിം ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്, അത് മാറ്റേണ്ട ആവശ്യമില്ല. 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 120 Hzൻ്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്, 320 Hzൻ്റെ ടച്ച് സാമ്പിളിംഗ് വരുന്നുണ്ട്, 20:9 ആണ് ആസ്പെക്ട് റേഷ്യോ, പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഓക്കെ, സോ ഡിസ്പ്ലേൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോ കംപ്ലയിൻസ്, നല്ലൊരു ഡിസ്പ്ലേ തന്നെയായിരിക്കും. പ്രൊസസ്സറിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. MediaTekൻ്റെ Dimensity 920 5G ചിപ്സെറ്റ് ആണ് വരുന്നത്. ഇതിലുള്ള GPU ആണ് Mali G68 MC4. Redmi Note 10 Proയിലും Pro Maxലും വന്ന Qualcomm Snapdragon 732G ചിപ്സെറ്റ് ഉണ്ടല്ലോ, ഈ ചിപ്സെറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പം റോ പവറിൻ്റെ അല്ലെങ്കിൽ റോ പെർഫോമൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വലിയൊരു അപ്ഗ്രേഡ് ആയിരിക്കും Dimensity 920 5G ചിപ്സെറ്റ് പ്ലസ് 5Gയും കൂടെയാണ്. ഓക്കെ, Redmi Note 10 Pro സീരീസ് 4G ചിപ്സെറ്റ് ആയിരുന്നു, 4G സീരീസ് ആയിരുന്നു, ഇവിടെ 5G സീരീസ് ആണ് വരുന്നത്. സോ അതും ഒരു പ്ലസ് പോയിന്റ് ആണ്. പിന്നെ പെർഫോമൻസും കൂടുതലാണ്. 732Gൻ്റെ പെർഫോമൻസ് AnTuTu സ്കോർ നോക്കുകയാണെങ്കിൽ ക്ലോസ് ടു 3.3 lakhs 3.4 lakh ആയിരുന്നു. ഈ ഫോണിൽ ക്ലോസ് ടു 5 lakhൻ്റെ AnTuTu സ്കോർ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ LPDDR4X റാം ഉണ്ട്, അതിൻ്റെ കൂടെ UFS 3.1 സ്റ്റോറേജും കിട്ടുന്നുണ്ട്. സോ ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്റ്റോറേജ് ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ ബെറ്റർ പെർഫോമൻസ് കിട്ടും ഫോർ ഷ്യൂർ. ക്യാമറയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ 108 മെഗാ പിക്സലിൻ്റെ ക്യാമറ ഇത്തവണ പ്രോ വേരിയൻറ്റിലും വരുന്നുണ്ട്. സോ പ്രോയിലും Pro Maxലും 108 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. സോ ദാറ്റ് ഈസ് ഓക്കെ. പക്ഷേ കഴിഞ്ഞ വർഷത്തെ ഒരു അനാലിസിസ് വെച്ച് നോക്കുമ്പോൾ
എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് റെഡ്മി നോട്ട് 10 പ്രോയിൻ്റെ ക്യാമറ ആയിരുന്നു. ആ 5 മെഗാ പിക്സലിൻ്റെ മാക്രോ എടുത്ത് മാറ്റിയതാണ് എൻ്റെ ചെറിയൊരു കംപ്ലയിൻറ്റ്. പിന്നെ 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ വരുന്നുണ്ട്. ബാറ്ററി ആൻഡ് ചാർജിങ് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് റെഡ്മി നോട്ട് 11 പ്രോ ആൻഡ് 11 പ്രോ പ്ലസും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. ഓക്കെ, സോ ബാറ്ററി ആൻഡ് ചാർജിങ് മാത്രമാണ് ഒരു വ്യത്യാസം, വേറെ എല്ലാ സ്പെസിഫിക്കേഷനും എക്സാക്ട്ലി സെയിം ആണ്. റെഡ്മി നോട്ട് 11 പ്രോയിൻ്റെ ബാറ്ററിയാണ് 5160 mAh വിത്ത് 67 വാട്ട് ഫാസ്റ്റ് ചാർജിങ്. സോ 5160 mAh ബാറ്ററി ഉണ്ട് വിത്ത് 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. റെഡ്മി നോട്ട് 11 പ്രോ പ്ലസ് അല്ലെങ്കിൽ പ്രോ മാക്സിൻ്റെ ബാറ്ററി നോക്കുകയാണെങ്കിൽ ബാറ്ററി ചെറുതാണ്, 4500 mAh ബാറ്ററിയാണ്, പക്ഷേ 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. ഈ 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ വെച്ച് നിങ്ങൾ റെഡ്മി നോട്ട് 10 പ്രോ പ്ലസ് അല്ലെങ്കിൽ പ്രോ മാക്സ് ചാർജ് ചെയ്യുകയാണെങ്കിൽ വെറും 15 മിനിറ്റ് കൊണ്ട് ഇത് ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു നമ്പർ അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണോ എന്നറിയില്ല ഇതിൻ്റെ ഒരു ബാറ്ററി കപ്പാസിറ്റി കുറച്ചിരിക്കുന്നത്. 4500 mAh ആണ് വരുന്നത്. സോ നിങ്ങൾക്ക് കൂടുതൽ ബാറ്ററി കപ്പാസിറ്റി വേണമെങ്കിൽ 5160 mAh ബാറ്ററി ഉള്ള റെഡ്മി നോട്ട് 11 പ്രോ വാങ്ങേണ്ടി വരും. എന്നെ സംബന്ധിച്ചിടത്തോളം 67 വാട്ട് മോർ ദാൻ ഇനഫ് ആണ്. 15 മിനിറ്റ് കൊണ്ടൊക്കെ ചാർജ് ചെയ്താൽ ഐ ഡോണ്ട് നോ അത് ബാറ്ററി എങ്ങനെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ബാറ്ററി ബാക്കപ്പ് തീർച്ചയായിട്ടും കുറവായിരിക്കും. 4500 mAh ബാറ്ററിയാണ് റെഡ്മി നോട്ട് 11 പ്രോ പ്ലസിൽ അല്ലെങ്കിൽ പ്രോ മാക്സിലുള്ളത്. എനിവേ ആ ഒരു ചോയ്സ് ഉണ്ട്. സോ 67 വാട്ടിൻ്റെ ചാർജിങ് മതിയെങ്കിൽ കുറച്ച് പൈസ കൊടുത്താൽ മതി. 120 വാട്ടിൻ്റെ ചാർജിങ് വേണമെങ്കിൽ പ്രൈസ് കൂടുതലാണ്. ഈ രണ്ട് ഫോൺസിലും ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. ആ പോയിന്റ് ഓഫ് വ്യൂ ഇഷ്യൂ ഒന്നുമില്ല. റെഡ്മി നോട്ട് 11ലും വരുന്നുണ്ട് കേട്ടോ, ഹെഡ്ഫോൺ ജാക്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ആ ഒരു JBL പിന്നെ ഹൈറസ് ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും ഉണ്ട്. റെഡ്മി നോട്ട് 11 പ്രോയിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 18,700 റുപ്പീസാണ്. അതായത് ഡയറക്റ്റ്ലി കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 18,700 രൂപയാണ് റെഡ്മി നോട്ട് 11 പ്രോയിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. ഇതും 128 GB ആണ് സ്റ്റാർട്ടിംഗ്. സോ ഇത്തവണ 64 GB എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല. ദാറ്റ്സ് റിയലി നൈസ്. സോ 64 GB എടുത്ത് മാറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് റെഡ്മി നോട്ട് 11 പ്രോ പ്ലസിൻ്റെ പ്രൈസ് നോക്കാം. 22,200 റുപ്പീസാണ്. സോ ഏകദേശം 22,000 രൂപ വരുന്നുണ്ട്. ആ ഒരു ഫാസ്റ്റ് ചാർജിങ്ങിന് വേണ്ടിയുള്ള എക്സ്ട്രാ പ്രൈസ് ആണ് കേട്ടോ. സോ എനിവേ അതാണ് ഞാൻ പറഞ്ഞത്, വേറെ ഒരു വ്യത്യാസവും ഇല്ല. ആ ബാറ്ററീൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ റെഡ്മി നോട്ട് 11 പ്രോ ആയിരിക്കും മച്ച് ബെറ്റർ ഓപ്ഷൻ. എനിവേ റെഡ്മി നോട്ട് 11 പ്രോ ആൻഡ് 11 പ്രോ പ്ലസ് നല്ല രണ്ട് ഫോൺസാണ്, വ്യത്യസ്തമായ ഫോൺസാണ്, സ്പെഷ്യലി ഇതിൻ്റെ ബിൽഡ്. സോ ബിൽഡിനെ കുറിച്ച് ഞാൻ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ എക്സ്പെക്ടേഷൻ വീഡിയോയിൽ. ബിൽഡ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ കേർവ്ഡ് സൈഡ്സ് അല്ല വരുന്നത്, ഫ്ലാറ്റ് എഡ്ജസ് ആണ് വരുന്നത്. തീർച്ചയായിട്ടും വ്യത്യസ്തമായൊരു ഡിസൈൻ ഉണ്ട്. പിന്നെ ഒരു ചെറിയൊരു തെറ്റെന്ന് പറയുകയാണെങ്കിൽ, അതായത് നമ്മുടെ എക്സ്പെക്ടേഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു MediaTek Dimensity 1200 ചിപ്സെറ്റ് വരാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് വന്നില്ല. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ റെഡ്മി നോട്ട് 11 പ്രോ പ്ലസ് ഉണ്ടല്ലോ, 11 പ്രോ മാക്സ്, അതിൽ മീഡിയാടെക്കിൻ്റെ ഡയമൻസിറ്റി 1200 5G ചിപ്സെറ്റ് കൊടുക്കേണ്ടതായിരുന്നു. കാരണം ആ ഒരു 3000 രൂപയുടെ ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, അത് ജസ്റ്റിഫൈ വേണ്ടിയാണ്. കഴിഞ്ഞ തവണ 108 മെഗാ പിക്സലായിരുന്നു ആ ഒരു 3000 റുപ്പീസിൻ്റെ ഡിഫറൻസ് ഫാക്ടർ. ഇത്തവണ അത് ഫാസ്റ്റ് ചാർജിങ് ആണ്. സോ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണയും റെഡ്മി നോട്ട് 11 പ്രോ ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ വാല്യൂ ഫോർ മണി ഫോൺ. എനിവേ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. പുതിയ ചിപ്സെറ്റ് ആണ്, പുതിയ ഓപ്റ്റിമൈസേഷൻ ആയിരിക്കും, ഗെയിമിംഗ് ഒക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. എനിവേ ഇതെന്തായാലും ഇന്ത്യയിലേക്കും വരും. ഷവോമി ഇന്ത്യ ഇതുവരെ ഇതിൻ്റെ ടീസിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സോ മിക്കവാറും സമയമെടുക്കും, ഡിസംബർ ജാനുവരി ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പോക്കോ ടീസിംഗ് തുടങ്ങി കേട്ടോ. ഇതിൻ്റെ ലോഞ്ചിന് തൊട്ട് കഴിഞ്ഞ് പോക്കോ അവരുടെ ഒരു സംഭവം ഇട്ടു, പോക്കോ M4 പ്രോ വരുന്നു, പോക്കോ M4 പ്രോ 5G വരുന്നു എന്ന് പറഞ്ഞിട്ട് പോക്കോ ഇട്ടിട്ടുണ്ട്. പോക്കോ ഇന്ത്യ, പോക്കോ ഗ്ലോബൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് ബേസിക്കലി റെഡ്മി നോട്ട് 11ൻ്റെ റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കും. ഇതിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിലും 120 ഹെർട്സിൻ്റെ റിഫ്രഷ് വരാനുള്ള സാധ്യതയുണ്ട്. വി ഡോണ്ട് നോ, ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. സോ ഇതായിരുന്നു റെഡ്മി നോട്ട് 11 സീരീസിൻ്റെ സ്പെസിഫിക്കേഷൻ ആൻഡ് ഡീറ്റെയിൽസ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക്, ഫ്രാങ്ക് ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ, ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.